ഹായ് ഹലോ നമസ്കാരം. മല്ലുമലയുടെ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. റെസ്റ്റോറൻറ്റിലും നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന തേങ്ങ ചേർക്കാത്ത നല്ല കുറുകിയ കടലക്കറിയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്, ഒരു കപ്പോളം ഉണ്ട്. അത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയൊരു സവാള അതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. തീ ഒന്ന് ഓണാക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം 6 വിസിൽ വരുന്ന വரைക്കും നമുക്കൊന്നും കടലൊന്ന് വേവിച്ചെടുക്കാം. അത് അവിടെ ഇരുന്നാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. നിങ്ങളിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാലയൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം. ഓക്കെ, ഇതാണ്ടോ ഈ ഒരു പരുവത്തിൽ. ഓക്കെ, ഇതാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് കുക്കറിൽ വിസിലൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കാം. ഇതാണ് നമ്മൾ കടലേക്കൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 10-12 ചെറിയുള്ളി ഞാനിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്താണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി കളർ മാറി മൂത്ത് വരുന്നവരേക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചെറിയുള്ളി കളർ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ട പിടിച്ച് മാറ്റി വെച്ചിങ്ങനെ മസാല ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഉടച്ചൊന്ന് കൊടുത്തിട്ട് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരേക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. നമ്മളിവിടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിങ്ങനെ കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിള വരുന്ന വരയ്ക്കും നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണല്ലോ, കടലയൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ഉപ്പൊന്ന് നോക്കി നോക്കാം. ഉപ്പ് ചെറിയൊരു കുറവുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ മിക്സിങ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം നമുക്ക് അളവിനനുസരിച്ച് കുറുക്കിയെടുക്കാവുന്നതാണ്. ഏകദേശം 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണല്ലോ, നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കേട്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ലപോലെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറുക്കണി കുറിക്കാം. പക്ഷേ ഈ ഒരു ലെവലാണ് കറക്റ്റ്. നമ്മൾ ചപ്പാത്തി, ഇടിയപ്പം, ആപ്പം, പുട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതിൽ മേലെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളിത് ഫേവറേറ്റായി മാറും. ഓക്കെ, ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.